ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഡെക്കാത്തലോണിൽ പോകുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഒരു വ്ളോഗൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഡെക്കാത്തലോണിൽ പോകുന്നത്. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചു, നിങ്ങൾക്ക് കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇത് പോയിട്ട് ഒരുപാട് നാളായി വെച്ചാൽ എനിക്ക് തോന്നുന്നൊരു 2.5 വീക്സ് ഒക്കെ ആയി. മഴയത്ത് എങ്ങാണ്ട് പോയതാണ്. അപ്പോൾ ഒരു റെയിൻ കോട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡെക്കാത്തലോണിൽ പോകുന്നത്. ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ അപ്പം റെയിൻ കോട്ട് എടുക്കണമെന്ന് പറഞ്ഞപ്പം ഞാൻ ചാടിക്കയറി ഞാനും ഉണ്ടെന്ന് പറയുമായിരുന്നു. അപ്പം നമ്മൾ പോയത് കളമശ്ശേരി ഡെക്കാത്തലോണിലായിരുന്നു. എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോ ഒക്കെ പോലെ തന്നെയാണ് ഡെക്കാത്തലോൺ. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ട്. എൻ്റെ അറിവിലൂടെ കളമശ്ശേരി ഉണ്ട്, വൈറ്റിലുണ്ട്, പിന്നെ എവിടെയൊക്കെയാണ് ഉള്ളത് എനിക്കറിയത്തില്ല. ഞാൻ കളമശ്ശേരിക്ക് ഉള്ളത് ഞാനിങ്ങനെ ബസ്സിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അതേപോലെ വൈറ്റിലെ ഉള്ളത് എങ്ങനെയാണെന്ന് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ നവ്യ നായരില്ലേ, പുള്ളിക്കാരുടെ ഒരു വീഡിയോയിൽ ഇങ്ങനെ മകനിങ്ങനെ ബർത്ത്ഡേക്ക് 25,000 രൂപ കൊടുത്തിട്ടൊരു ചലഞ്ചൊക്കെ കൊടുത്തില്ലായിരുന്നു. സോ അങ്ങനെ അവൻ അവിടെ ചെന്നിട്ടായിരുന്നു ഷോപ്പ് ചെയ്തത്. സോ അങ്ങനെ അറിയാൻ വൈറ്റിലയിലൊരു ഡെക്കാത്തലോൺ ഉണ്ടെന്ന്. നമ്മൾ പോയതൊരു വർക്കിംഗ് ഡേ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. തിരക്ക് നല്ല കുറവായിരുന്നു റോട്ടിലൊക്കെ. സോ ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അതിനുള്ളിൽ സ്പോർട്സ് റിലേറ്റഡ് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അറിയാം. പക്ഷേ ഞാൻ ആക്ച്വലി ആ ഒരു ഫീൽഡ് അല്ലാത്തതുകൊണ്ട്, എനിക്കതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടും ഞാനങ്ങനെ പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് അങ്ങനെയാണ്, അങ്ങനത്തെ റിലേറ്റഡ് സാധനങ്ങളൊക്കെയാണ് ഉള്ളതെന്ന്. സോ നമ്മളിനി ടേൺ എടുത്തിട്ട് തിരിച്ച് വരണം. കാരണം ഇവിടുന്ന് കട്ട് ചെയ്ത് കയറാൻ വിട്ടുപോയി. നമ്മളങ്ങ് സംസാരിച്ചിരുന്ന ഈ ടേൺ നമ്മൾ കണ്ടില്ല. സോ നമ്മളങ്ങനെ ടേൺ ഒക്കെ എടുത്ത് തിരിച്ച് വന്നു. സോ ഇത് തന്നെയാണോ പ്രോപ്പർ എൻട്രൻസ് ഒന്നും നമുക്കറിയില്ല കേട്ടോ. വണ്ടികളെല്ലാം തിരിച്ച് വരുന്നേ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ, കയറി പോകുന്നൊന്നും കണ്ടില്ല. സോ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഡെക്കാത്തലോണിലത് കയറി കണ്ടോ. എല്ലാം സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ ജിം വെയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. എനിക്ക് തോന്നുന്നു വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ടായിരിക്കും. എന്നാലും നല്ല ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു. തിരക്ക് കുറവായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. ആരും ഇല്ലയെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് കുറവായിരുന്നു. എപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഡെക്കാത്തലോൺ കുറച്ച് എക്സ്പെൻസീവാണ് ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ അപേക്ഷിച്ച്. എനിവേ എൻട്രൻസൊക്കെ നല്ലതായിരുന്നു. കണ്ടോ, ചിലവർക്ക് സൈക്കിളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി. ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല, എവിടെ എങ്ങനെയാണ് ഉള്ളതെന്നുള്ള കാര്യങ്ങളൊന്നും. സോ ഞാൻ ആദ്യം എല്ലാം ഒന്ന് നടന്ന് കാണുകയായിരുന്നു ചെയ്തത്. ഒരുപാട് ഷൂസ് ഉണ്ട്, അതേപോലെ തന്നെ ട്രെക്കിംഗ് ഷൂസ് ഉണ്ട്, സ്പോർട്സ് ഷൂസ് ഉണ്ട്, പിന്നെന്താ ഒരു കണ്ടോ ബോളൊക്കെ കിടക്കുന്നുണ്ടല്ലേ. സോ അത് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിനുള്ള സാധനങ്ങളാണ് അവിടെ കൂടുതലും ഞാൻ കണ്ടത് കേട്ടോ. അതായത് ഫിസിക്കലി നമുക്ക് ഓരോന്ന് ചെയ്യുമ്പം അതിന് ആപ്റ്റായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഇത് കണ്ടോ ഇത് നമ്മളുടെ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഷോർട്സ്, പിന്നെ കുറേ നമ്മളുടെ ജിം വെയർ പോലത്തെ സാധനങ്ങളില്ലേ, നമ്മളുടെ ടീഷർട്ട് ആൻഡ് പാൻസ്, എന്നൊക്കെ വേറെ എന്തൊക്കെയോ പേരൊക്കെ പറയും കേട്ടോ. അതൊന്നും എനിക്കങ്ങനെ കറക്റ്റായിട്ടുള്ള അറിയത്തില്ല. ഇത് നമ്മളുടെ സ്വെറ്റർ അല്ലല്ലോ, ജാക്കറ്റൊക്കെ, അതൊക്കെ നല്ലതാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. വീണ്ടും ബോട്ടിൽസൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ നോർമൽ പാൻസ്, ജിം വെയർ ആണ് തോന്നുന്നത് കേട്ടോ. അത് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് എല്ലാം. പിന്നെ ഒരുപാട് ബാഗ്സ് ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ കോട്ടൺ ഡ്രസ് ഇതില്ലേ, എന്താ പറയുന്നത്, തോർത്ത് പോലുള്ള സാധനം. പിന്നെന്താ ഇത് കണ്ട് ബാഡ്മിൻ്റൻ്റെ ബാറ്റുകളാണ്, അതിനൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ വിത്ത് ബാഗൊക്കെ ആയിട്ട് കാണാനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആക്ച്വലി എനിക്ക് വലിയൊരു എന്താ പറയുക അത്ഭുതങ്ങളൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഉള്ളിൽ നിന്ന്. കാരണം ഞാൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല. ഈ ജിമ്മിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഉണ്ട് നമ്മൾ നോർമൽ യൂസിനൊക്കെ പറ്റുന്ന പാൻസൊക്കെ ഉണ്ട്. നോർമൽ യൂസിന് മീൻസ് അങ്ങനത്തെ നോർമൽ യൂസല്ല, മീൻസ് കാഷ്വലൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന തൊപ്പിയുണ്ട്. എന്തേ കണ്ടില്ല ടെൻറ്റ്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ടെൻറ്റ് കാണുന്നത്. മീൻസ് നല്ലൊരു ഭയങ്കര സ്പേസൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എല്ലാ സാധനങ്ങളൊക്കെ നോക്കി, ഇതെന്തൊക്കെയാണെന്നൊക്കെ അറിയണ്ടേ. ആദ്യമായിട്ട് ഡെക്കാത്തലോണിൽ വന്നതാണല്ലോ. ഇത് കണ്ടോ, ഇതെന്തായിരുന്നു, എനിക്കൊന്ന് ചൂണ്ട എങ്ങാണ്ടായിരുന്നു തോന്നുന്നു.
അല്ല ഒരു ഇങ്ങനെ നമ്മളെ എന്തോ ഒരു കുത്തുന്ന സാധനം എനിക്ക് മനസ്സിലായൊന്നുമില്ല, എനിക്ക് ഓർമ്മയില്ല എന്തായിരുന്നു. എനിക്ക് സംഭവം എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. പിന്നെ കുറേ ബാഗിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് നോക്കി. പിന്നെ വില നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവാത്തതുകൊണ്ട് ഒന്നും മേടിച്ചില്ല. ഇത് റെയിൻ കോട്ട്സാണ് കേട്ടോ. റെയിൻ കോട്ടിന് മടക്കി ഒരു ബാഗിനകത്തൊക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കൊള്ളായിരുന്നു. ഒരു 1000 രൂപ തൊട്ടിട്ടാണ് എല്ലാം സ്റ്റാർട്ടിങ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു വൈബാണ് അതിൻ്റെ ഉള്ളിൽ. നമുക്കിതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ, അല്ലാത്തവർക്ക് സത്യത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഇത് കണ്ട് ഇവരൊക്കെ വന്ന് ചൂണ്ടയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ചൂണ്ടയൊക്കെ ഇങ്ങനെ എടുത്ത് നമ്മൾ ടോം ആൻഡ് ജെറിക്കകത്തൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു കറക്കി എറിയുന്നതൊക്കെ, അങ്ങനത്തെ ചൂണ്ടയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇതേ കണ്ടോ, ഈ മീനിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, ചൂണ്ട ഇടാൻ വേണ്ടിയിട്ടുള്ള ആക്സസറീസൊക്കെയാണ്. എന്തായാലും അത് രസമുണ്ടായിരുന്നു. സൈക്കിള്, അതേപോലെ കയാക്കിങ്ങിൻ്റെ ബോർഡ്, അതേ കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ദിവസം കയാക്കിങ് ചെയ്തിട്ടുണ്ട് പണ്ട് ടൂറ് പോയ സമയത്ത്. അതുകൊണ്ടൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് പേടിയാണ് വരുന്നത്. എനിക്കെന്തോ ഒരാൾക്കാൻ കണ്ടിരിക്കാൻ നേരണമെന്ന് തോന്നുന്നു. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് പിന്നെ ഒന്നും അങ്ങനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകണ്ടല്ലോ. പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു ചോദിക്കാൻ. പിന്നെ ചോദിക്കാനും എനിക്ക് മറ്റേ എന്തെങ്കിലും നാണക്കേടയിൽ എന്തോ ചെയ്യും, ഞാനങ്ങനെ ചോദിക്കാറൊന്നുമില്ല. അതേതാണ് ചൂണ്ട, ഞാൻ പറഞ്ഞില്ല ടോം ആൻഡ് ജെറിക്കകത്ത് ടോം എറിഞ്ഞിട്ട് പിടിക്കുന്നത് ആ സാധനം. പിന്നെ കുറേ കാർട്ടൂണിനകത്തൊക്കെ ഉണ്ട്, നമ്മളെ മിസ്റ്റർ ബീനകത്തൊക്കെ കാണിക്കാറുണ്ട്. കണ്ടില്ലേ, കറക്കുന്ന സാധനം കണ്ടോ താഴെ? അതെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൂണ്ടയിടാൻ അറിയോ? ഞാൻ ഒന്നും കണ്ടിട്ട് പോലും ഇല്ല, ചൂണ്ടയിടുന്ന ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അപ്പോഴെങ്കിലൊക്കെ കാരണം നമ്മളിവിടെ ഫോട്ടോച്ചിക്കൊക്കെ പോകുന്നതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചൂണ്ടയിടാനിരിക്കാറുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലൊക്കെ പോയി കാണണം. ഇത് നമ്മളെ സ്വിമ്മിങ് സൂട്ടിൻ്റെ ഒക്കെ സെക്ഷനായിരുന്നു കേട്ടോ. സ്വിമ്മിങ് സൂട്ട്, പിന്നെ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ്, ലൈഫ് ജാക്കറ്റ്, കുട്ടികളുടെ ആയിരുന്നു കേട്ടോ. കുട്ടികളുടെ വലിയ ആൾക്കാരുടെ ഉണ്ടോയെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. എല്ലാം കൊച്ചുകുട്ടികളുടെയാണ്. കൊച്ചുകുട്ടികളല്ല, കുറച്ച് നീന്താനൊക്കെ ആയിട്ടുള്ള കുറച്ച് പിള്ളേരുണ്ടായിരിക്കില്ല. അതേപോലെ പെൺപിള്ളേരുടെ ഉണ്ടായിരുന്നു, ആൺപിള്ളേരുടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തലയിലിരുന്ന് തൊപ്പി അവിടെ പോയി ഇവിടെ ഇടങ്ങാണ്ടുണ്ടായിരുന്നു. അതേ കണ്ടോ, ഷൂ, എനിക്ക് വെള്ളത്തിലൊളിപ്പിക്കാൻ വേണ്ടി ഷൂ ആണോ? എനിക്കൊന്ന് ആ സെക്ഷൻ അങ്ങനെ കൂടുതലും അങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസിന് പറ്റിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. കണ്ടോ, വെള്ളത്തിൽ കളിക്കുന്ന ബോളാണെന്ന് തോന്നട്ടോ, എനിക്കറിയത്തില്ല, ഞാനെല്ലാം ഓരോന്ന് പറയുമോ. ഇതെന്തായിരുന്നു, അത് പിന്നെ നമ്മൾ റൈഡേഴ്സിന് യൂസ് ചെയ്യുന്ന സോക്സിലുള്ള ഹാൻഡ് സോക്സ്, അതേപോലെ തന്നെ തൊപ്പി തലയിലിടുന്ന കണ്ടിട്ടില്ലേ അവർ. ഇത് നമുക്ക് നോർമലി യൂസ് ചെയ്യാം കേട്ടോ, അല്ലാത്ത അങ്ങനത്തെ തൊപ്പിയൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതേ ഇതാ ഞാൻ പറഞ്ഞത് 99 രൂപ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അയ്യോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. കണ്ടോ, വീണ്ടും ബോട്ടിൽസ്. ഈ ബോട്ടിലൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പലരുടെയും കയ്യിൽ. അപ്പം നമുക്കിത് അറിയത്തില്ലല്ലോ, ക്യാച്ചിലോടൊന്നും മേടിക്കുമ്പോൾ ആണോ എന്ന് ചോദിക്കും. 99 രൂപ എന്ന് അറിയത്തില്ലല്ലോ. അതേ വീണ്ടും സൈക്കിള്. പിന്നെ സൈക്കിൾ ഒരുപാട് സൈക്കിളുണ്ടായിരുന്നു. പിന്നെ ഇത് ബാഡ്മിൻ്റൻ്റെ ഞാൻ നേരത്തെ കാണിച്ചെന്ന് തോന്നുന്നു അല്ലേ, ബാഡ്മിൻ്റൻ്റെ സെക്ഷനാണ്. കുറച്ചധികം രസമുണ്ടായിരുന്നു. എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ അങ്ങനെ വലുതായിട്ട് അറിയത്തില്ല, പക്ഷേ കളിക്കാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ മറ്റേ സാധനം ജിമ്മിൽ സാധനങ്ങളൊക്കെ എന്താ നമുക്ക് നടക്കാനും ത്രെഡ്മില്ല് യെസ് അതേ കണ്ടോ. ഇതിനൊക്കെ വില കണ്ടോ, 39,999 രൂപ. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി വെയിറ്റ് കുറഞ്ഞു. പിന്നെ നമ്മൾ ആ റെയിൻ കോട്ട് എടുക്കാനായിരുന്നല്ലോ വന്നത്, അടുത്ത് ഇങ്ങനെ ബില്ലടിക്കാൻ വന്നപ്പോഴാണ് എനിക്ക് ഈ സാധനം കണ്ടത്. ഇതെന്ന് വെച്ചാൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ കയ്യിൻ്റെ ബലം കൂട്ടാൻ വലിയതായിരിക്കും, എനിക്കറിയത്തില്ല. ഇതുപോലത്തെ വലിയ സാധനങ്ങൾ ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എറിഞ്ഞ് കളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വട്ടത്തിലൊരു വെള്ള കളർ സാധനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞ് കളിക്കും. പിന്നെ ഇവിടുത്തെ ബില്ലിങ് ചെയ്യുന്ന സാധനം കൊണ്ടായിരുന്നു, എൻ്റെ ഒരു കുഴി, അവരുടെ കുഴിയല്ല, ഒരു കുഴിക്കകത്ത് ഈ സാധനം ഇടുമ്പോൾ അത് സ്കാൻ ആവും. കൊള്ളാൻ നല്ല സെറ്റപ്പായിരുന്നു. പിന്നെ അവിടെ താഴെ കണ്ടില്ലേ, എന്താ പറയുക, അവരുടെ റിവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. പച്ച, അതേപോലെ മഞ്ഞ, ചുവപ്പ്. ഇത് നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോർമലി അത് എല്ലായിടത്തും ബില്ല് ചെയ്യുന്നവരെ പേരും നമ്പറും ഒക്കെ എൻ്റർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചോദിക്കും. എന്നിട്ട് അവർ ബില്ല് വേണമെന്ന് ചോദിക്കും. ബില്ല് വാട്സപ്പിൽ അയച്ചോളാൻ പറഞ്ഞപ്പോൾ അവർ ഈ ബില്ല് ഇത് കൊടുക്കാൻ പറഞ്ഞു, റിവ്യൂ എടുക്കാൻ പറഞ്ഞു. ഞാൻ നല്ല റിവ്യൂ തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡെക്കാത്തലോൺ വീഡിയോസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഗായ്സ്.